നമസ്തേ. സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കുണ്ടറ അണ്ടിയാപ്പീസ് ദേശീയ പണിമുടക്ക് കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. സോഷ്യോ ഹോറോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, ചകാവ് വിടലേഷ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് തലയിൽ മുണ്ടിട്ട് നമ്മളെ കാണാൻ വരും. പുള്ളി സാധാരണ വരുന്നത് മൊത്തത്തിലുള്ള പുള്ളിയുടെ സമയം ഒന്നറിയാനും എങ്ങനെയാണ് വല്ല ഉണ്ടാകുമോ പുള്ളിക്ക്. മെച്ചമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ബന്ധുമിത്രാദികൾക്ക് ഈ പിൻവാതിൽ നിയമനങ്ങൾ ഉടനെ കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വർഗീസ് തുളയിട്ടെ മോഡൽ ബക്കറ്റ് പിരിവെങ്ങാനും ഉടനെ വരാൻ സാധ്യതയുണ്ടോ, കുറച്ച് മറ്റേ വീടിൻ്റെ പണികളൊക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെ വീടിൻ്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് അത് ഉടനെ ആ വർഗീസ് തുളയിട്ടെ മോഡൽ ബക്കറ്റ് പിരിവുകൾ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും, പിന്നെ അത് സ്വന്തം കാര്യത്തിൽ, പിന്നെ ബാക്കി പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ കാരണബോധത്തിൻ്റെ ഈ പുറത്ത് പറയാൻ പറ്റാത്തടത്ത കുരു അത് കേരളത്തിൽ ചികിത്സിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് ബൂർഷ്വ അമേരിക്കയിലോട്ട് പോകുന്നതിൻ്റെ പേരിൽ പരിഹാസം കേട്ട് നമ്മുടെ സഖാവ് വിടലേഷിൻ്റെ മാനം കപ്പൽ കയറിയിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ എപ്പോഴും പുള്ളിക്ക് അറിയേണ്ട ഒരു പൊതുവായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുയ്യാപ്പിള മരുമോൻ എപ്പോൾ മുഖ്യമന്ത്രിയാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് സാധാരണ സഖാവ് വിടലേഷ് നമ്മുടെ അടുത്ത് തലയിൽ മുണ്ടിട്ട് വരുന്നത്. പക്ഷേ ഇത്തവണ പുള്ളി വന്നത് ആകെ നിരാശനായിട്ടും ദുഃഖിതനുമായിട്ടായിരുന്നു. അപ്പോൾ സാധാരണ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുള്ളിക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഈ പതിവ് സഖാവോ പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടി ആകുമ്പോഴത്തേക്ക് ഏറെ ഇവിടുത്തെ ഉള്ളതുകൊണ്ട് പുള്ളി അത്ര ദുഃഖത്തിലൊന്നും സാധാരണ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തവണ പുള്ളി വളരെ ദുഃഖിതനായിട്ട് വന്നതിൻ്റെ കാരണം ഈ നമ്മുടെ കുണ്ടറ അണ്ടിയാപ്പീസ് ദേശീയ പണിമുടക്ക് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് പുള്ളി നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഈ ചകാക്കൾ നാട് മുഴുവൻ ദേശീയ പണിമുടക്കാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ കുണ്ടറ അണ്ടിയാപ്പീസിൻ്റെയും അതിൻ്റെ പരിസരത്തും ഒക്കെ മാത്രമായിട്ട് നടന്ന പണിമുടക്കാണ് നമ്മുടെ ചകാവ് വിടലേഷിൻ്റെ ദുഃഖത്തിന് കാരണം. അപ്പോൾ പുള്ളി വന്നിട്ട് പദം പറഞ്ഞ് കരയാൻ തുടങ്ങിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചകാക്കൾക്ക് നാട്ടുകാർ ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം വളരെ എന്താ പറയുക, പരിതാപകരമായിട്ട് എനിക്ക് തോന്നി കേട്ടപ്പോൾ. ഈ ചകാക്കൾക്ക് നമ്മളും വലിയ വിലയൊന്നും കൊടുക്കാറില്ലെങ്കിലും ഈ പുള്ളി വന്നിരുന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ പദം പറഞ്ഞ് കരയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലൊരു സെൻറ്റിമെൻറ്റ്സ് തോന്നുമല്ലോ. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവിൽ കാറിൻ്റെ പിന്നാലെ ഓടുന്ന നായ്ക്കൾക്ക് കാറുകാർ കൊടുക്കുന്ന വില പോലും നാട്ടുകാരിപ്പോൾ ചകാക്കൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് പുള്ളി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജി അടിക്കാൻ തുടങ്ങി, ഒരു കോൾമയർ കൊള്ളാൻ തുടങ്ങി. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കേരളത്തിൽ പണിമുടക്ക് എന്ന മുഴുവനായിട്ട് ചകാക്കൾ പറയണ്ട, അതിനു മുമ്പേ കേരളം സ്തംഭിക്കുമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ എന്താ ചകാക്കളുടെ വാക്കായിരുന്നു അവസാന വാക്ക്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആദ്യം കേരളത്തിന് പുറത്തോട്ട് ഉള്ള സംസ്ഥാനങ്ങളിൽ, അതും ഈ കിണ്ടി സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ചകാക്കൾ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഈ കിണ്ടി സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഈ ദേശീയ പണിമുടക്ക് ഉണ്ടെന്ന് ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അത് പിന്നെ ചകാവ് വിടലേശ് കടിച്ചു പിടിച്ചങ്ങ് സഹിച്ചു. കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ചകാക്കളുടെ പരിപാടി വിടലേഷ് സഖാവ് പറയുന്നത്, നമ്മൾ രാവിലെ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ചകാക്കൾ ഓഫീസിലോട്ട് പോയി ഹാജരൊപ്പിട്ടിട്ട് മറ്റുള്ളവരെ പണി ചെയ്യാനും ഓഫീസിൻ്റെ അകത്ത് കയറാനും ഒക്കെ സമ്മതിക്കാതിരിക്കുക, നമ്മൾ കാറും എടുത്തുകൊണ്ട് ഇറങ്ങി കാറുമായിട്ട് ഇറങ്ങുന്ന മറ്റുള്ളവരുടെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടുക, വണ്ടി അടിച്ചു പൊട്ടിക്കുക, ഇതൊക്കെയാണ് സാധാരണ നിലയിൽ ഈ ഒരു ദേശീയ പണിമുടക്ക് ചകാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ നടത്തുന്ന കലാപരിപാടികൾ. പക്ഷേ ഇത്തവണ പലയിടത്തും നടത്തി, പലരെയും തല്ലുകയും ഗുണ്ടായുസൊക്കെ ചകാക്കളുടെ മനംകുളിർക്ക പലയിടങ്ങളിലും കാണിച്ചു. പക്ഷേ വ്യാപകമായിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല, പണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഓഫീസിൽ പണിയെടുക്കാനായിട്ട് കയറിയ ആൾക്കാരുടെ, അത് നട്ടലുള്ളവരുടെയൊക്കെ മുമ്പിൽ ചെന്ന് പണിയെടുക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും പോടാ പോയി പണിയെടുത്ത് ജീവിക്കടാ എന്നും പറഞ്ഞ് എടുത്തിട്ട് ഇൻറ്റൻ അടിച്ചു വിടുകയാണ്. എന്നിട്ട് ഇവർ മാത്രമാണോ എടുത്തിട്ട് ഇൻറ്റൻ അടിക്കുന്നത്? വഴിയെ പോകുന്ന ഓട്ടോക്കാർ തടഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് പോടാ ഞാനൊക്കെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, അല്ല നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചല്ല എന്ന് പറഞ്ഞ് ഇൻറ്റൻ അടിച്ചു വിടുക. എന്തിനു പറയുന്നത്? കാരണഭൂതം ഭരിക്കുന്ന വകുപ്പാണ് പോലീസുകാർ. അവർ തന്നെ ചകാക്കൾ സ്കൂളിലൊക്കെ ഓരോരുത്തരെ അകത്ത് കയറി അതിനെ പ്രതിഷേധിച്ച് പുറത്തുനിന്ന് പൂട്ടിയിട്ടപ്പോഴത്തേക്ക് CI ഒക്കെ വന്നിട്ട് പുല്ലുപോലാണ് പൂട്ടൊക്കെ പൊളിച്ച് അവരെ ഇറക്കി വിടുന്നത്. അതാണ് പറഞ്ഞത്, നാട്ടുകാർക്കും ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് പോലും ചകാക്കളെ വന്നു ഒരു വിലയും ഇല്ലാതായി എന്നാണ്
ചകാവ് വിടലേഷ് പറയുന്നത് ആലോചിച്ച് നോക്കിയപ്പോൾ സത്യമാണ്. ഇതിൻ്റെ ചകാവ് വിടലേഷ് നമ്മുടെ അടുത്ത് കുറച്ച് പഴയ കഥകൾ പറഞ്ഞു. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ ചകാക്കളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പുള്ളി പറഞ്ഞിരുന്നു ചകാക്കൾ പറയുന്നതായിരുന്നു അവസാന വാക്ക്. ഇപ്പം പുള്ളി ഒരു കഥ പറഞ്ഞു. ഇപ്പോൾ ചകാവ് വാണാലി കുണ്ടന്നൂർ മുക്കിൽ നിന്നൊരു കഥ പറയുകയാണ്. ഈ പ്ലാസ്റ്റിക് സർജറി ആദ്യമായിട്ട് നടത്തിയത് ഗണപതിയുടെ തല മാറ്റി വയ്ക്കാനാണെന്നൊക്കെ പറയുന്ന ഒരു മിത്താണ്. പ്ലാസ്റ്റിക് സർജറി സത്യത്തിൽ നടത്തിയത് ചകാവ് മൊണ്ണലവിയാണ്. അത് പണ്ട് നങ്ങേലി തിരുവിതാംകൂർ രാജാവിൻ്റെ മുലക്കരത്തിനെതിരെ മുല മുറിച്ച് പ്രതിഷേധിച്ചപ്പം നങ്ങേലിയുടെ മുല തിരിച്ചു വെച്ചു കൊടുത്തത് സഖാവ് മൊണ്ണലവിയാണ് എന്ന് ചകാവ് വാണാലി കുണ്ടന്നൂർ മുക്കിൽ നിന്നങ്ങ് പ്രസംഗിച്ചാൽ പിന്നെ കേരളത്തിൽ അതാണ് ചരിത്രം. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ചകാവ് മരങ്ങോടൻ കള്ള് ഷോപ്പിൽ ഒരു കള്ളും കുടിച്ച് വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കുത്തുകൊണ്ട് മരിച്ചു. പിറ്റേ ദിവസം ചകാക്കളെല്ലാം കൂടി അങ്ങ് പറയുകയാണ് ചകാവ് മരങ്ങോടൻ അവിടുത്തെ ഒരു പള്ളി സംരക്ഷിക്കാനായിട്ട് പാഷിസ്റ്റ് ചങ്കപരിവാരത്തിനെ എതിർക്കുന്നതിൻ്റെ ഇടയിലാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് ചരിത്രം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ വിലയില്ലാതായെന്ന് പറഞ്ഞല്ലോ ജനങ്ങളുടെ ഇടയിൽ. ഇപ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിച്ചു തുടങ്ങി, ഡേ ഏത് നങ്ങയിലേ എവിടെ വെച്ച് ഈ മല മുറിച്ചതെന്ന് പറയുന്നത് പുള്ളിക്കാരി ഏത് നാട്ടുകാരിയായിരുന്നു, ഏത് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? പിന്നെ മറ്റേ ചകാവ് മരങ്ങോടൻ കുത്തുകൊണ്ടല്ലേ മരിച്ചത് കള്ള് ഷാപ്പിൽ. കള്ള് ഷാപ്പ് അവിടെ കള്ള് ഷാപ്പ് തന്നെയാണ് പള്ളി, പാർട്ട് ടൈമായിട്ട് പള്ളിയായിട്ട് പ്രവർത്തിക്കുമോ എന്നൊക്കെ തിരിച്ചു ചോദിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള തിരിച്ചു ചോദിക്കലുകൾ ഇല്ലായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ തിരിച്ചു ചോദിക്കലുകൾ വന്നു തുടങ്ങി. നമ്മുടെ ചകാവ് പൂമരനാണെങ്കിലും ചകാവ് വിടലേഷാണെങ്കിലും ആരാണെങ്കിലും ജനം എടുത്തിട്ട് ഇണ്ടനടിച്ചു തുടങ്ങി, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിന് ഇനിയുള്ള ഭാവി എന്താണ് എന്നറിയാനായിട്ടായിരുന്നു ചകാവ് നമ്മുടെ അടുത്ത് വന്നത്, വളരെ ദുഃഖിതനായിട്ട് എത്തിയത്. അപ്പോൾ എന്തായാലും ഭാവിയൊന്ന് നോക്കാനായിട്ടിരുന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഈ ചകാവ് ഇത്രയും പഴംപുരാണം പറഞ്ഞ സ്ഥിതിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭൂതകാലം, ഈ ചകാക്കളുടെ ഭൂതകാലം ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ച് ഭൂതകാലം ഒന്ന് പരിശോധിച്ചപ്പോൾ തെളിഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ തോപ്പിൽ വാസി തിരക്കഥ എഴുതി KS സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത് സത്യൻ, പ്രേം നസീർ തുടങ്ങിയ അനശ്വരരായ നടന്മാർ, ഷീല, KPC, ലളിത ബഹദൂർ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സിനിമ 1971 തോന്നുന്നു അതിറങ്ങിയത്. അപ്പോൾ ഇത് ചകാക്കളുടെ ഭൂതകാലം നോക്കിയപ്പോൾ കാരണഭൂതവും ഈ ദുർഭൂതങ്ങളായിട്ടുള്ള അടിമ കുട്ടി സഖാക്കളും തെളിഞ്ഞു വരുന്നതിന് വരെ ഈ അനുഭവങ്ങൾ പാളിച്ചകൾ എങ്ങനെയാണ് തെളിഞ്ഞു വന്നതെന്ന് ഞാനൊന്ന് ആലോചിച്ചു. ഞാൻ ഇനിയിപ്പോൾ സിനിമാ പ്രാന്തനായതുകൊണ്ടാണോ എന്നൊരു സംശയം വന്നു. പക്ഷേ എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കി, ഒന്നും കൂടി ഒന്ന് കവടിയൊക്കെ നിരത്തി നോക്കിയപ്പോൾ സംഗതി സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കാലത്തെ ചകാക്കളുടെയും പുതിയ കാലത്തെ ചകാക്കളുടെയും ഏതാണ്ടൊരു മുഴുവൻ ചിത്രം അറിഞ്ഞോ അറിയാതെ വരച്ചിട്ടിരിക്കുന്നൊരു സിനിമയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. അപ്പോൾ അതിലെ ചുരുക്കിയൊന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ചുരുക്കിയൊന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നായകനായ ചെല്ലപ്പൻ, സത്യൻ അഭിനയിച്ച കഥാപാത്രം, അദ്ദേഹം എന്ന് പറയുന്ന ഒരു ചകാവാണ്. ഒരു ജോലിയും ചെയ്യാതെ സമരവും ഇതൊക്കെയായിട്ട് ഫാക്ടറികൾ പൂട്ടിക്കാനായിട്ട് ഒക്കെ നടക്കുന്ന ഒരു ഫാക്ടറികളിൽ പണിയൊന്നും ചെയ്യില്ല, സമരമാണ് പ്രധാന പണി. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളമടിച്ച് നാട്ടിലൊരു ഗിരിരാജൻ കോഴിയായിട്ട് സകല പെമ്പിള്ളാരുടെയും പുറകെ നടന്ന് ചില ചുറ്റിക്കളികളൊക്കെ ആയിട്ട് നടക്കുന്നു. ഒപ്പം തന്നെ പുള്ളിക്ക് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്ന പുള്ളിക്ക് വീട്ടിൽ വരുമ്പോൾ ഭാര്യയെ മൊത്തത്തിൽ സംശയമാണ്. അതിൽ മറ്റേ പുള്ളിയുടെ മകൻ പുള്ളിയുടെ തന്നെയാണോ എന്നുള്ള സംശയം. അങ്ങനെയുള്ള സംശയത്തിൻ്റെ പേരിൽ ഭാര്യയെ അടിക്കുകയും തൊഴിക്കുകയും ഭാര്യയോട് മൊത്തത്തിൽ വെള്ളം അടിച്ച് വന്നപ്പോൾ ആകെ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ പുള്ളിയെ ഈ കയ്യിലിരിപ്പിൻ്റെ വിശേഷം കാരണം ജോലിയിൽ നിന്ന് പുറത്താക്കും. ജോലിയിൽ നിന്ന് മുതലാളി പിരിച്ചുവിടും. മുതലാളിയെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ മുതലാളി പോലീസിൽ പരാതി കൊടുക്കും. പുള്ളി ഒളിവിൽ പോകും. ഒളിവിൽ പോകുന്നിടത്ത് ആണ് KPC ലളിതയുടെ പാർവതി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. അവരുമായിട്ടൊരു ചുറ്റിക്കളിക്ക് ശ്രമിച്ചു നോക്കും. അവർ വേണ്ടാന്ന് പറയും. അവിടെ അവർ സമ്മതിക്കാത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് പെട്ടെന്ന് കുറ്റബോധമുണ്ടായി കുടുംബത്തേക്ക് തിരിച്ചു പോകാൻ പോകും. അപ്പോൾ അത്രയും കാലത്തെ പീഡനമൊക്കെ സഹിച്ചിട്ട് സഹിച്ച് മടുത്ത് പുള്ളിയുടെ ഭാര്യയായ ഷീല അഭിനയിക്കുന്ന കഥാപാത്രം പുള്ളിയുടെ സുഹൃത്തായിട്ടുള്ള നസീർ അഭിനയിക്കുന്ന ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോവും. അപ്പോഴത്തേക്ക് പുള്ളി ആകെ വിഷമിച്ച് നിൽക്കും. ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞ മുഴുവൻ കഥയും ഞാൻ പറയുന്നില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കാണുന്ന ഒരു സീനെന്ന് പറയുന്ന പുള്ളി ഇങ്ങനെ നിരത്തിലൂടെ നെഞ്ചും വിരിച്ച് നടക്കുന്നു. പശ്ചാത്തലത്തിൽ പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലെയാണോ. അതിൻ്റെ പിന്നീടുള്ള വരികളിൽ മറ്റേ ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു. അർജുനനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തന്നെ, അത് വേറെ കാര്യം. ഇങ്ങനെയാണ് ഒരു ചകാക്കളുടെ ധീരനായ ചകാവ് എന്നുള്ള ബിംബം സിനിമകളിലൂടെയും ഈ സാഹിത്യത്തിലൂടെയും ഈ സാംസ്കാരിക നക്കികളും സാഹിത്യകാരന്മാരെയൊക്കെ ഇവർ പണ്ട് കാലം മുതലേ വിലക്കെടുത്ത് വെച്ചിരുന്നു. അത് ഈ ധീരനായ ചകാവ് എന്നുള്ളൊരു ബിംബം ജനങ്ങളുടെ മനസ്സിലേക്ക്
കയറ്റിക്കൊണ്ടിരുന്നത്. ചകാക്കൾ എന്നും പ്രശ്നം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഈ ചെല്ലപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഒളിവിൽ പോകുമ്പോഴത്തേക്ക് അവിടെ KPS ലളിതയുടെ കഥാപാത്രത്തിനെ ഒരു എന്താ പറയുന്ന ഒരു അവിഹിതത്തിന് ശ്രമിക്കുന്നത് പോലെ. പിന്നെ പുള്ളി ധീരനായ ചെല്ലപ്പനാണ്. എന്ത് ധീരതയാണെന്ന് കാണിക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല, ചുമ്മാ ധീരനാണെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചാണ്. ധീരനായ ചെല്ലപ്പനാണ് ഒറിജിനൽ, പ്രഭാകരനല്ല എന്ന് പറയുമ്പോൾ KPS ലളിത സ്വയം സമർപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിലൊരു ബിംബം നമ്മുടെ മുമ്പിൽ ഈ സിനിമകളിലൂടെയും കഥകളിലൂടെയൊക്കെ ഇവർ വളരെ തന്ത്രപൂർവ്വം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ അനുഭവങ്ങൾ പാളിച്ചകളിൽ നിന്ന് പുറത്തു വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ KPS ലളിതയുടെ മായിട്ടുള്ള പുള്ളിയുടെ ഒരു ബന്ധമോ അല്ലെങ്കിൽ KPS ലളിതയുമായിട്ട് പുള്ളി കഥാപാത്രവുമായിട്ട് പുള്ളി വളർത്താൻ ശ്രമിക്കുന്ന ബന്ധമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സഹാക്കളുടെ ഒരു സാധാരണ ഒരു ലക്ഷണവും അവന്മാരുടെ ഒരു സ്വഭാവമൊക്കെ വെച്ച് ഒരു ഇന്നത്തെ കാലത്ത് പോക്സോ കേസാവുന്ന എന്തെങ്കിലും ഒരു ബന്ധമായിരുന്നു അവിടെ കറക്റ്റ് നമ്മുടെ മഞ്ജു ഗോപാലനുൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്ത് ചരിത്രത്തിൽ വന്നതുപോലെ അതായിരുന്നു അവിടെ കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് അത് കാണിച്ചാൽ ഈ അല്ലെങ്കിൽ തന്നെ വെള്ളയടിച്ച് ഇത് ഒറിജിനലായിട്ട് എഴുതിയ ഈ നോവൽ എഴുതിയ തകഴി, അനുഭവങ്ങൾ പാളിച്ചെന്നുള്ള നോവൽ എഴുതിയ തകഴിയും തോപ്പിൽ വാസിയുടെയൊക്കെ വായിന്ന് പത വന്ന് കാണുമോ ഈ ചെല്ലപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വെള്ളയടിച്ച്. ഇങ്ങനെ ഒരു വെള്ളയടിക്കലിലൂടെയാണ് ഈ ധീരനായ ചകാവ് എന്നുള്ളൊരു ബിംബം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ച് നാട്ടുകാർക്കൊക്കെ ഒരു വിലയുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാത്ത പലരും ഉണ്ടായിരുന്നു. കാരണം ഇവന്മാരുടെ എല്ലാം സ്വഭാവം ഇതുപോലെയാണ്, ഏതാണ്ട് എല്ലാത്തിൻ്റെയും സ്വഭാവം ഇതുപോലെയാണ് എന്നറിയാവുന്ന നാട്ടുകാർക്കൊരു വിലയില്ലാത്തവരും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇന്നത്തെ കാലത്തുള്ളതുപോലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഇവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ഒന്നും അവസരങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല നേരിട്ട് അവസരങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചകാക്കന്മാരുടെ ഇടിമുറികളുണ്ട്. അതിൻ്റെ അകത്ത് കൊണ്ടുപോയി പഴയ ഈ എന്താ പറയുന്ന പാർട്ടി സെല്ല് അങ്ങനെയൊക്കെ വിളിക്കുന്ന ചില സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൊണ്ടുപോയി ഇടിച്ചവന്മാർ നൂത്തേനെ. പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ ജോലി കൊടുത്തു, മക്കൾക്കോ ആരെങ്കിലുമൊക്കെ ഈ ചകാക്കളുടെ എന്തെങ്കിലും സെറ്റപ്പിൽ ജോലി കൊടുത്തു, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് സമരം ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് വീട്ടിലേക്ക് ചിലവിന് ബക്കറ്റ് പിരിവൊക്കെ നടത്തി കൊടുത്തു. മൊത്തത്തിലൊരു അടിമത്വ മനോഭാവം ഈ സാധാരണക്കാർക്കിടയിലും തൊഴിലാളികൾക്കിടയിലും ഈ കിട്ടാവുന്ന അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയൊക്കെ അപ്പകഷ്ണങ്ങൾ കാണിച്ചിട്ടുള്ളൊരു വിധേയത്വം ഈ സാംസ്കാരിക നക്കികളുടെയും ഇടയിൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ധീരനായ സഖാവ് എന്നുള്ളൊരു ബിംബം ഇവരുണ്ടാക്കി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെയാണ് ഇവർ ഈ വില എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അത് ഒരു ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒരുപാട് പ്രചാരത്തിൽ വന്നപ്പോൾ ഇത് കൈവിട്ടുപോയി. എന്നാലും മുഴുവനായിട്ട് കൈവിട്ട് പോയിട്ടില്ല. അത് നമ്മുടെ ചകാവ് വിടലേഷനുണ്ടായൊരു തെറ്റിദ്ധാരണയാണ്. അതിലേക്ക് ഞാൻ വരാം, അതിലേക്ക് വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചകാക്കളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കാലഘട്ടത്തിൽ ഈ ചകാക്കളുടെ വിലയില്ലാതായതിൻ്റെ ഒരു പ്രധാന കാരണം, ഒന്ന് ഈ സ്വയം വണ്ടി ഓടിച്ച് പണിമുടക്കിൻ്റെ സമയത്ത് ഇവന്മാർ പ്രഖ്യാപിച്ച കുണ്ടറ ND ആഫീസ് പണിമുടക്കിൻ്റെ സമയത്ത് മറ്റുള്ളവർ വണ്ടിയായിട്ട് ഇറക്കുമ്പോൾ അതിൻ്റെ കാറ്റഴിച്ച് വിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ഇണ്ടനടിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നട്ടലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് ഇതുപോലെ വേല കാണിക്കുമ്പോൾ അവരും അത് വീഡിയോയിലെടുത്ത് ഇറങ്ങിപ്പോടാ പോയി പണിയെടുത്ത് ജീവിക്കടാ എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലിടും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സഹാക്കളുടെ ആപടെ ബൾബടിച്ച് പോകുന്നൊരവസ്ഥയിലെത്തും. ചകാവ് വിടലേഷ് പരിതപിച്ചതിന് കുറ്റം പറയാനൊക്കില്ല. പക്ഷേ എന്നിരുന്നാലും മൊത്തത്തിൽ ഈ ഭൂതം നോക്കിയിട്ട് വർത്തമാനത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോഴും അവർക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ബാക്കി കേരളത്തിന് പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം ഈ ചെങ്കൊടി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കാണുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് ചകാവ് വിടലേഷന് നല്ലപോലെ അറിയാം, കാരണബോധത്തിനും അറിയാം. എന്നാലും കേരളത്തിൽ അവരുടെ ഒരു പിടിപാട് ഇതൊന്നും അത്ര പെട്ടെന്ന് പോകാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നേരത്തെ പറഞ്ഞ അടിമത്തവും വിധേയത്വവും ഉള്ളൊരു വിഭാഗത്തിനെ അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് സാധാരണക്കാർക്കിടയിലാണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലും പാർട്ടിയുടെ അതായിട്ടുള്ള സെറ്റപ്പുകളിലും ഒക്കെ ജോലി ആശ്രിതർക്ക് മേടിച്ചു കൊടുക്കുക. അതും കോൺട്രാക്റ്റ് നിയമനങ്ങളിൽ വർഷാവർഷം പുതുക്കാവുന്ന കോൺട്രാക്റ്റ് നിയമനങ്ങളിലേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള ജോലികളിൽ കുടുംബക്കാരെ കുടുക്കിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അരാജകത്വത്തിനുള്ളൊരു പൂർണ്ണമായ ലൈസൻസ് കൊടുത്തിട്ട് യുവാക്കളെ നിങ്ങൾ എന്ത് പോകൃത്തരവും കാണിച്ചോ പാർട്ടിയുടെ കൂടെ നിന്നാൽ മതി, പാർട്ടി സംരക്ഷിച്ചോളൂ എന്നുള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ട് ഉള്ളൊരു ലൈസൻസും ഒക്കെ വെച്ച് കുറേ സാധാരണക്കാരെ
പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സാംസ്കാരിക നക്കികളുടെ ഇടയിലേക്ക് വരികയാണെങ്കിൽ, സാംസ്കാരിക നക്കികൾ ഇപ്പോഴും ഈ പറയുന്ന പോലെ എന്താ സാഹിത്യ അക്കാദമിയുടെ അവാർഡോ അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഒരു ഓർഗനൈസേഷനിലെ സ്ഥാനമാനങ്ങളോ ഒക്കെ പ്രതീക്ഷിച്ച്, അവാർഡുകളും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴും ഇവരുടെ കൂടെ എന്താ പറയുക ജാലറ അടിച്ച് നിൽപ്പുണ്ട്. ഇനി ഇതിനേക്കാളും അപകടം പിടിച്ച മറ്റൊരു വർഗമുണ്ട്. അത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നത് കൊണ്ടും കൂടിയുള്ളൊരു ദോഷമാണ്. പണ്ട് ഇവർ ഈ സാംസ്കാരിക നക്കികൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിൽ ഈ ചരിത്രകാരന്മാരെന്നും പറഞ്ഞ് ഇർഫാൻ ഹബീബും റൊമീല താപ്പറിനെ പോലുള്ളവർ ചരിത്രം വളച്ചൊടിച്ച് അത് പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ ഇടയിലേക്കും എന്താ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പ്രചരിപ്പിച്ചൊരു ഉണ്ടാക്കിയ നാശങ്ങൾ ചില്ലറയല്ല. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും വലിയ അപകടം പിടിച്ചൊരു വർഗമെന്ന് പറയുന്നത് ഈ പഴയ ധീരനായ ചകാവ് എന്നുള്ള ബിംബം തലയിലേറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ ഇവന്മാരുടെ ഉടായ്പകളെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ അരാജകത്വത്തിനും ഒക്കെ നമുക്ക് വേണ്ട അരാജകത്വത്തിനും മൊത്തത്തിലുള്ളൊരു ഉടായ്പിനും ഒക്കെ പറ്റിയത് ഈ ചകാക്കളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ സ്വയം ജീവിക്കാൻ വേണ്ടിയിട്ട് കേരളം വിട്ട് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലുമൊക്കെ പോയി സെറ്റിൽഡ് ആയിട്ടുള്ള കുറേ എണ്ണമുണ്ട്. അവന്മാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയിരുന്ന് കേരളത്തിൽ ചകാക്കൾ ചെങ്കോടി പാറിച്ചു, ധീരവീര ചെങ്കീരികളാണ് എന്ന് പറഞ്ഞ് ഡെയിലി എപ്പോഴും കാണാം. രാവിലെ ചകാക്കളുടെ ചെങ്കോട്ട എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ മതിലിൻ്റെ മുകളിൽ കയറിയിരുന്ന് ലാൽ സലാം ചകാക്കളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന് ഈ എന്താ പറയുക ഉണങ്ങിയ പോസ്റ്റുകൾ ഇടുന്നവന്മാർ. ഇവന്മാരെ കൊണ്ടുണ്ടാക്കുന്ന ഉപദ്രവവും ചില്ലറയൊന്നുമില്ല. പക്ഷേ ഈ വിഭാഗങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ചകാക്കളുടെ ഭാവി ഉടനെയെങ്ങും ഇരുളടയാൻ സാധ്യതയില്ല. വലിയ താമസമില്ലാതെ തന്നെ മരുമോൻ മുഖ്യമന്ത്രിയാകുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് നമ്മുടെ ജഗാവ് വെഡലേഷനെ ഇത്തവണ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇത്തവണത്തെ സോഷ്യോ ഹൊറോസ്കോപ്പിൻ്റെ ഈ അധ്യായത്തിൽ ജഗാവ് വെഡലേഷൻ്റെ കഥ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഈ കഴിഞ്ഞ കുണ്ടറ NDRPS പണിമുടക്ക് ദേശീയ പണിമുടക്കാണ് എന്ന് ചകാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പിന്നാലെ ഉണ്ടായ ഈ ചകാവ് വെഡലേഷൻ്റെ ആത്മനമ്പരങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചത്. അപ്പോൾ ഇത്തവണത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ അധ്യായങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ കൂടെ അറിയിക്കണം. കമൻറ്റുകൾ മാത്രം പോരാ, ഈ വീഡിയോ അധ്യായങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, തത്വമയി TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും സോഷ്യോ ഹൊറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായവുമായി താമസിയാതെ കാണാം. നമസ്കാരം.